ഏവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ മരണത്തെ സംബന്ധിച്ച രണ്ട് അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഒരെണ്ണം ന്യൂയോർക്കിൽ നടന്നതാണ്. ന്യൂയോർക്കിലെ ഒരു തത്വചിന്തകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വില്യം ക്രിസ്റ്റഫർ ബാരറ്റ് എന്നായിരുന്നു. അദ്ദേഹം മരണക്കിടക്കിലെ ദർശനങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ടാണ്. ഈ പുസ്തകം എഴുതാനായിട്ട് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച സംഭവമാണ് നമ്മൾ പറയണത്. ഈ വില്യം ബാരറ്റിൻ്റെ ഭാര്യ ഒരു ഡോക്ടറായിരുന്നു, സർജൻ. ഒരിക്കലേ മിസ്സസ് വില്യം ബാരറ്റ് ഒരു പ്രസവം എടുക്കുകയായിരുന്നു. ഈ പ്രസവം കഴിഞ്ഞ് കുട്ടി പുറത്തേക്ക് വന്നെങ്കിൽ അമ്മയുടെ അവസ്ഥ മോശമായി. കുറച്ച് ദിവസം കൂടി ഈ അമ്മ ആശുപത്രിയിൽ കിടന്ന്. ആ അമ്മയുടെ പേര് ഡോറിസ് എന്നാണ്. ഓരോ ദിവസം കഴിയുന്നതോടെ ഡോറിസിൻ്റെ അവസ്ഥ മോശമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഈ ഡോറിസിനെ പരിചരിച്ചുകൊണ്ട് മിസ്സിസ് ബാരറ്റ് കട്ടിലിനടുത്തിരിക്കണമായിരുന്നു. തൊട്ടടുത്ത് ഡോറിസിൻ്റെ കുട്ടിയും ഡോറിസ് ജന്മം കൊടുത്ത കുട്ടിയും ഭർത്താവും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പെട്ടെന്ന് ഡോറിസ് മുറിയുടെ ഒരു മൂലയിലേക്ക് നോക്കിയിട്ട് സംസാരിക്കുന്നതാണ്. ഈ സംസാരം കേട്ടുകൊണ്ടാണ് മിസ്സസ് ബാരറ്റ് ഡോറിസിനെ ശ്രദ്ധിക്കുന്നത്. വളരെ സുസ്മരവദനയായിട്ടാണ് ഡോറിസ് സംസാരിച്ചത്. അവരുടെ വേദന എല്ലാം മാറി വളരെയധികം സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നതാണ്. അവർ പറയണേണ്, എന്തൊരു മനോഹരമായ കാഴ്ചയാണ്, എത്ര ദിവ്യമായിട്ടുള്ള വെളിച്ചം, അത്ഭുതകരമായിട്ടുള്ള ജീവികൾ. ഇത് പറഞ്ഞ് വീണ്ടും മുറിയുടെ മൂലയിലേക്ക് നോക്കിയിട്ട് ഉന്മത്തിയായിട്ട് വീണ്ടും പറയണാണ്, ഡാഡിയാണല്ലോ വരുന്നത്, ഡാഡി വലിയ സന്തോഷത്തിലാണ്, എന്നെ വിളിക്കാനായിട്ട് തന്നെയാണ് ഞാൻ വരുന്നത് ഡാഡി, കൂടെ വിടയും വിടയുണ്ടല്ലോ ഒപ്പം. ഇത്രയും പറഞ്ഞപ്പോൾ ഡോക്ടർ ഡോറിസിനെ ശ്രദ്ധിച്ചു. ആദ്യം ഡോക്ടർ വിചാരിച്ചത് രോഗിയുടെ ഏതോ മനോവിഭ്രാന്തിയാണെന്നാണ്. പക്ഷെ പിന്നീട് അതൊരു വിചിത്രമായിട്ടുള്ള അനുഭവമായിട്ട് മിസ്സസ് ബാരറ്റിന് തോന്നി. ഡോറിസിന്റെ മുഖം കണ്ടപ്പോൾ ഭൂമിയിൽ തുടർന്ന് ജീവിക്കാനുള്ള ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടായിട്ട് ഡോക്ടർക്ക് തോന്നണതാണ്. തൊട്ടടുത്ത് കിടക്കുന്ന കുട്ടീനെ അല്ലെങ്കിൽ ആകാംക്ഷയെ തന്നെ നോക്കിക്കുന്ന ഭർത്താവിനെ ഒന്നും ഡോറിസ് ശ്രദ്ധിക്കുന്നില്ല. ഡോക്ടർക്ക് മനസ്സിലായി ഏതോ ഒരു വിസ്മയകരമായിട്ടുള്ള കാഴ്ചയാണ് ഡോറിസ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. ആ കാഴ്ചകളെ കുറിച്ച് വിശദമായിട്ട് ഡോക്ടർ ഡോറിസിനോട് ചോദിക്കാൻ തുടങ്ങി. തനിക്ക് പറ്റാവുന്ന വിധത്തിലൊക്കെ ഡോറിസ് ആ കാഴ്ചകൾ വിവരിച്ചു കൊടുക്കുന്നത്. ഈ ഡോറിസിന്റെ അത്ഭുത ദർശനങ്ങള് മനസ്സിന്റെ വിഭ്രാന്തിയല്ലെന്ന് ഡോക്ടർ ഉറപ്പിച്ചത് ഡോറിസ് നേരത്തെ പറഞ്ഞ വിടയുടെ പരാമർശമാണ്. ഈ വിട ഡോറിസിന്റെ സഹോദരിയായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഈ വിട മരിച്ചത്. പക്ഷേ ഡോറിസിന്റെ ആരോഗ്യനില വഷളായിരുന്നതിനാൽ വിട മരിച്ച വിവരം ആശുപത്രികളിൽ കിടന്ന ഡോറിസിനെ അറിയിച്ചിരുന്നില്ല. ഇപ്പൊ വളരെ കാലം മുമ്പ് മരിച്ചുപോയ അച്ഛൻ്റെ ഒപ്പം വിടനെയും കണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിന്റെ വിഭ്രാന്തിയല്ലെന്ന് സത്യമാണെന്നും മിസ്സസ് ബാരറ്റ് മനസ്സിലാക്കി. ഇത് കഴിഞ്ഞ് കുറച്ച് സമയത്തിന് ശേഷം ഡോറിസ് മരണമടഞ്ഞു. മിസ്സിസ് ബാരറ്റ് ഈ അനുഭവം തൻ്റെ ഭർത്താവിനോട് സൂചിപ്പിച്ചു. അദ്ദേഹം ഒരു തത്വചിന്തകനായതിനാൽ അതിനെക്കുറിച്ച് കൂടുതൽ ഈ പഠനം നടത്തി. അങ്ങനെ അദ്ദേഹം 1926 എഴുതിയതാണ് മരണക്കിടക്കിലെ ദർശനങ്ങൾ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ മരണം എന്ന് പറയുന്നത് വേദനാജനകമായിട്ടുള്ള ഒരു അനുഭവമല്ലെന്ന്. ആ സമയത്ത് മോഹിപ്പിക്കുന്ന പല ദർശനങ്ങളും ആ നിമിഷത്തിൽ ഉണ്ടാകുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഒരാളുടെ മരണസമയത്ത് അയാളുടെ മരിച്ചുപോയ ബന്ധുക്കളെ സ്വീകരിക്കാനായിട്ട് അടുത്തെത്തുമെന്നും ബാരറ്റ് വിശദീകരിക്കുന്നുണ്ട് ആ പുസ്തകത്തിൽ. അതേസമയം തന്നെ ഒരു കാര്യം അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള ദർശനങ്ങൾ ഉണ്ടാകുന്നത് ഈ മരിക്കാൻ പോകുന്ന ആളുടെ മനസ്സ് കൃത്യമായിട്ട് സമചിത്തത്തോടെ നിൽക്കുമ്പോൾ മാത്രമാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ബുദ്ധിയുടെ മനസ്സിന്റെ വിഭ്രാന്തിയായിട്ട് തള്ളിക്കളയാനാവില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നതാണ്.
2012 മെയ് മാസം 16-ാം തീയതിയാണ്. രാവിലെ 10 മണിയായപ്പോൾ 2 സ്ത്രീകൾ വീട്ടിൽ വരുന്നതാണ്. നമ്മളവരുടെ പേരും സ്ഥലവും പറയണത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഒരു സാങ്കല്പിക പേര് കൊടുക്കുകയാണ്. ഒരു സരസയും മീനാക്ഷി, അങ്ങനെ നമുക്ക് പേര് വിളിക്കാം. ഇവര് സരസയുടെ ഭർത്താവിന്റെ സഹോദരിയാണ് മീനാക്ഷി. മീനാക്ഷിയാണ് വിവരം പറയുന്നത്. ഇത് ഇവരുടെ അമ്മ. മീനാക്ഷിയും ഒരു സഹോദരനുണ്ട്. ആ സഹദേവൻ എന്നാണ് പുള്ളിയുടെ പേര്. ഇവരുടെ അമ്മ കുറച്ച് നാളായിട്ട് സൂര്യാണ്ട് കിടക്കണാണ്. പ്രായമായി, ഒട്ടും വയ്യ അമ്മക്ക്. അപ്പൊ അമ്മയുടെ അവസ്ഥ കണ്ട് വിഷമിച്ചിട്ട് അമ്മ എപ്പോൾ പോകും എന്നറിയാനായിട്ടാണ് അവര് ആരോ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഈ മീനാക്ഷിയുടെ ആങ്ങളക്ക് കുറച്ച് ദൂരെ ഒരു ബാറിലാണ് ജോലി. എല്ലാ ദിവസവും തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് സഹദേവൻ ആങ്ങള ജോലി സ്ഥലത്തേക്ക് പോകും. ശനിയാഴ്ച രാത്രി വരും. ഞായറാഴ്ച മുഴുവൻ സഹദേവൻ വീട്ടിലുണ്ടായിരിക്കും. അപ്പം ആ സമയത്ത് മീനാക്ഷി ശനിയാഴ്ച രാത്രി അമ്മനെ നോക്കാനായിട്ട് വരും. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ മീനാക്ഷി തിരിച്ചു പോകും. ഇതായിരുന്നു പതിവ്. അപ്പോൾ ഇങ്ങനെ തുടർന്ന് അമ്മക്കൊട്ടും വയ്യ, പുറമൊക്കെ പൊട്ടി തുടങ്ങി. അത് കണ്ട് വിഷമിച്ച് എത്തിച്ചേർന്നാണ് രണ്ടുപേരും. അപ്പം ഞാൻ അവരോട് പറഞ്ഞ്, ആ സമയത്ത് ഇത് വെച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ അമ്മയുടെ അടുത്തുണ്ട്, കുറച്ച് ദിവസത്തിനുള്ളിൽ അമ്മ ഈ ലോകം വിട്ടു പോകുമെന്ന് ഞാൻ പറഞ്ഞു. അവർക്ക് അറിയേണ്ടിയിരുന്ന കാര്യം അതാണ്. അവർ വേറെ ഒന്നും എന്നോട് ചോദിച്ചതുമില്ല. അവർ പോവുകയും ചെയ്തു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞ് സരസ വീണ്ടും വരികയാണ്. മരുമോള് സരസ. അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോണത്. വീട്ടിൽ നിന്ന് സരസയും മീനാക്ഷിയും പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മീനാക്ഷി സരസനോട് പറഞ്ഞ്, അച്ഛൻ മരിച്ചു പോയിട്ട് 33 വർഷമായി. ഇപ്പൊ അച്ഛൻ്റെ ആത്മാവ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാണ്? സ്വാഭാവികമായിട്ടും സരസയ്ക്കും അതേ അഭിപ്രായം തന്നെയായിരുന്നു. അതുകൊണ്ട് അവര് പോയി. പക്ഷെ വീട്ടിൽ നിന്ന് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇതുപോലെ സഹദേവൻ ശനിയാഴ്ച രാത്രി ജോലി സ്ഥലത്ത് നിന്ന് എത്തി. അപ്പം അന്ന് അമ്മനെ നോക്കാനായിട്ട് മീനാക്ഷിയും ഭർത്ത വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തി. രാത്രി ഈ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പോയി കിടന്നു മീനാക്ഷി. അപ്പം അമ്മ കട്ടിലും മീനാക്ഷി നിലത്തുമാണ് കിടക്കുന്നത്. പായ വിരിച്ചിട്ട് താഴത്തോ കിടക്കുന്നത്. അന്ന് കുറെ കഴിഞ്ഞപ്പോൾ ബീഡിയുടെ മണം കിട്ടിയെന്ന് പറയണത്. മീനാക്ഷി കണ്ണൂർ നോക്കിയപ്പോൾ കട്ടിലിൻ്റെ അടുത്ത് അമ്മയുടെ അരികിലായിട്ട് അച്ഛൻ ബീഡി വലിച്ച് നിൽക്കുന്നു. ഇത് കണ്ട് മീനാക്ഷി ആകെ പരിഭ്രാന്തമായി, പേടിച്ച് ഒച്ചയെടുക്കാൻ നോക്കിയെങ്കിലും ശബ്ദമൊന്നും പുറത്തേക്ക് വന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു വിധത്തിൽ എഴുന്നേറ്റ് സഹദേവന്റെ മുറിയിൽ പോയി മുട്ടി സഹദേവനെ വിളിച്ചെഴുന്നേൽപ്പിച്ച്. ഈ സഹദേവനും സരസയും മീനാക്ഷിയും കൂടി അമ്മയുടെ റൂമിലേക്ക് എത്തി. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. അവർ നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. അതേസമയം തന്നെ ബീഡിയുടെ മണം അവർക്കും കിട്ടിയെന്ന് പറഞ്ഞു. അവർക്കത് ബോധ്യപ്പെട്ടു. ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ അമ്മ ഈ ലോകം വിട്ടുപോയി. ഇത് പറയാനായിട്ടാണ് സരസ തിരിച്ചു വന്നത്. 33 വർഷം മുമ്പ് മരിച്ച അവരുടെ അച്ഛൻ്റെ ജീവാത്മാവ് അപ്പം ഇത്രയും വർഷം എവിടെയായിരുന്നു? അപ്പൊ ലളിത പത്മനാഭന്റെ അച്ഛൻ്റെ പേര് പത്മനാഭൻ എന്നായിരുന്നു. ഒപ്പമാണ് ലളിത എന്നാണ് അമ്മയുടെ പേര്. രണ്ടും ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഒപ്പമായിരിക്കുമോ രണ്ടുപേരും പോയത്? അല്ലെ സഞ്ചാരപാത വ്യത്യസ്തമാണ്. അതുമല്ലെങ്കിൽ ഈ മക്കളെയും പേരക്കിടങ്ങളെയും കണ്ടുകൊണ്ട് ആ വീട്ടിൽ തന്നെ അവരുടെ ദൃശ്യ സാന്നിധ്യം ഉണ്ടോ? നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണിത്. എന്തായാലും വീണ്ടും ഒരു അനുഭവകഥയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് പങ്കുവയ്ക്കാം. നന്ദി, നമസ്കാരം.